വിപരീതങ്ങളായ ഭാവങ്ങളെ സന്തോഷപൂർവം അനുഷ്ഠിക്കുക, യാതനകളെ സസന്തോഷം സ്വീകരിക്കുന്നതാണ് തപസ്. അല്ലാതെ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത്, തപസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മെലിഞ്ഞ് റോട്ടിലൂടെ അങ്ങനെ നടന്നു പോകുന്നവനാണ് താപസനെന്ന്. ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട്. ഈ സന്യാസിമാരെന്ന് പറയുമ്പോൾ താപസന്മാരാണ്. അപ്പോൾ ആ സന്യാസിമാരെങ്ങനെ പോകണം? വിയർത്തൊലിച്ച് ക്ഷൗരാദികളൊന്നും ചെയ്യാതെ. കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ യോഗി ബീഡിയുടെ പാക്കറ്റിലും ഉണ്ട്, സാധു ബീഡിയുടെ പാക്കറ്റിലും ഉണ്ട് ഇവരുടെ ഒരു ചിത്രം. നമ്മൾ ഭാരതം അറിഞ്ഞനുഗ്രഹിച്ച് കനിഞ്ഞ് നൽകിയ 2 സ്ഥാനങ്ങളാണ്, യോഗിക്കും സാധുവിനും. ബീഡിയുടെ പാക്കറ്റിൽ കാണാം അവർ. അതുപോലെ ഉണ്ടാവും ഏകദേശം എന്നാണ്. അവർ കാറിൽ പോകരുത്, അവർ ഹോട്ടലിൽ താമസിക്കരുത്, അവരങ്ങനെ എപ്പോഴും ഇങ്ങനെ കൃഷകാത്രരായിട്ട് മെലിഞ്ഞു അങ്ങനെ ഓം ശാന്തി. ആ ശാന്തി പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഓടും, കാരണം പല്ലേപ്പൊന്നുമില്ലേ. അങ്ങനെ ആരൊക്കെയോ ആണ് എന്ന് സീരിയലിലും അതിലും ഇതിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാമായണത്തിലും ശ്രീകൃഷ്ണത്തിലും ഒക്കെ സീരിയലൊക്കെ വരുമ്പം അതിനു മുമ്പും ഇങ്ങനെ കമണ്ടലുമായിട്ട്. പിന്നെ അവർ ഇരിക്കുമ്പോൾ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഒരു വടി, അതിങ്ങനെ വയ്ക്കും. എന്തിനാ? ഈ അനുഗ്രഹിച്ച് കൈ താഴ്ന്നു പോകരുതേ, അതിനു വേണ്ടിയിട്ട്. ഇതൊക്കെ ചിത്രങ്ങളിൽ കാണുന്നതാണ്. തപസ് എന്ന് പറയുന്നത് എന്താണ്? അതൊന്നുമല്ല തപസ്. തപസ്സിനെ ചിത്രീകരിക്കാൻ അങ്ങനെ പറയും. ഇപ്പം തപോകാലമാണ് ഗർഭകാലം. ഒരു സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് തപോകാലമാണ്. ഭക്ഷണത്തിൻ്റെ രുചിയില്ലായ്മ, തോന്നിയതുപോലെ ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റായിക, എന്നാലും അതെല്ലാം സസന്തോഷം അവർ അനുഷ്ഠിക്കും. അങ്ങനെ യാതനകളെ സസന്തോഷം അനുഷ്ഠിക്കുന്നതാണ് തപസ്. ആ തപസ് നിങ്ങൾക്ക് എവിടെയാണ് കാണാനില്ലാത്തത്? അത് കേവലം കാവിയിലൊന്നും നിങ്ങൾ ചാർത്തി കൊടുക്കേണ്ടതില്ല, എല്ലായിടത്തും ഉണ്ട്. ഒളിമ്പിക് കാണും. ഒളിമ്പിക്കിൽ ചെറിയ റോഡിലൂടെയൊക്കെ നിന്ന്, ആ റോഡിലൊക്കെ നിന്നിട്ട് അവർ കാണിക്കുന്ന അഭ്യാസങ്ങൾ, അതൊക്കെ തപസ്സിൽ നിന്നാണ് ഉണ്ടാവുക. തപസ്സാണ് അതൊക്കെ. അവിടെയൊന്നും നമ്മളിത് കാണുന്നില്ലല്ലോ. എന്ത്? ഈ സവിശേഷമായ ഭാവങ്ങളെ നമ്മൾ ചാർത്തി കൊടുക്കുന്നില്ല. അത് സ്പോർട്സ് അല്ലേ എന്ന് പറയും. ആ സ്പോർട്സിന് എത്ര തപസ്സുണ്ട്. ജിംനാസ്റ്റിക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. താപസന്മാരാണ്. എത്രയോ കാലത്തെ തപസ് കൊണ്ടാണ് അവരതിലേക്ക്, ആ കലയെ, അതിനെ സ്വായത്തമാക്കിയത്. ഇങ്ങനെ ഓരോന്നിലും നമ്മെ തപിപ്പിക്കുന്നു, ചൂട് പിടിപ്പിക്കുന്നു. ഒരു കോഴി തൻ്റെ മുട്ടയെ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളാക്കുന്നത് തപം കൊണ്ടാണ്, തപിപ്പിച്ചിട്ടാണ്. ഒരു വിത്ത് മഴ കാത്ത് ഭൂമിക്കുള്ളിലിരിക്കുന്നത് അത് തപിക്കുകയാണ്, ഭൂമി അതിനെ തപിപ്പിക്കുന്നു. തപസ്സിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകും. എല്ലാ സൃഷ്ടിയും തപസ്സിൽ നിന്നായിരിക്കണം സൃഷ്ടിയൊക്കെ നടക്കുന്നത്. അപ്പം തപസ്സിൻ്റെ അവതാരങ്ങളാണ് നര നാരായണൻ. ഇത് നമുക്ക് അനിവാര്യമായിട്ടുള്ള, എന്തിനും തപസ് അനിവാര്യമാണ്. തപിപ്പിക്കണം എന്നാണ്. 5-ാമത്തേത്, പഞ്ചമ കപിലോ നാമ സിദ്ധേശകാല വിപ്ലുതം പ്രോവാചാസുരയെ സാങ്ക്യം തത്വഗ്രാമ വിനിർണയം. 5-ാമത്തെ അവതാരമായിട്ട് കപിലൻ ദേവഹൂതിയുടെയും കർദമൻ്റെയും 10-ാമത്തെ പുത്രനായിട്ട് 9 പെൺകുട്ടികളും അവസാനത്തെ ആൺകുട്ടി, അതാണ് കപിലൻ. ആ കപിലൻ അവതരിപ്പിച്ചിട്ടുള്ള സാങ്ക്യം, തത്വഗ്രാമം ഇന്നലെ നമ്മൾ വിസ്തരിച്ച് കണ്ടതാണ്. അപ്പം എന്താണ് സാങ്ക്യദർശനം? പ്രകൃതി പുരുഷ വിവേചനം. ആ തപം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ഒരു പ്രകൃതി പുരുഷ വിവേചനമാണ്. അതായത് ഈ പ്രകൃതിയുടെ കാര്യവും കാരണവുമായിരിക്കുന്നത് എന്താണ്, അത് തപം കൊണ്ട് നാം ആ രഹസ്യം പിടികിട്ടുന്നു. അത് കഴിഞ്ഞാലോ, ഷഷ്ടമാത്രേരപത്യത്വം വൃതപ്രാപ്തോനസൂയയാ ആന്വീക്ഷികീ മലർക്കായ പ്രഹ്ലാദാദിത്യ ഊജിവാൻ. പ്രഹ്ലാദൻ മുതലായിട്ടുള്ളവർക്ക്, അലർക്കൻ എന്നുള്ളവർക്കൊക്കെ തത്വത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അനസൂയയുടെയും അത്രിയുടെയും പുത്രനായ ദത്താത്രേയ മഹർഷിയാണ് 6-ാമത്തെ അവതാരം. ആരാണ് ഈ ദത്താത്രേയൻ? അത്രിയുടെയും അനസൂയയുടെയും പുത്രൻ. ആരാ അത്രി, ആരാണ് അനസൂയ? അത്രി എന്ന് പറഞ്ഞാൽ ഇതാണ് അത്രി. എന്താ? ഇതാണ് ചിന്മുദ്ര.
അത്രി എന്ന് പറഞ്ഞാൽ ത്രിത്വം ഒഴിഞ്ഞവൻ. ത്രിത്വം എന്ന് പറഞ്ഞാൽ പ്രകൃതി ഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ്, ത്രിഗുണാതീതനാണ് അത്രി. അപ്പം ആരിൽ ത്രിത്വമില്ലയോ, ത്രിഗുണങ്ങളില്ലയോ, ഇത് ജീവനാണ്, ജീവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇത് ത്രിഗുണങ്ങളായിട്ടുള്ള പ്രകൃതി. അപ്പം ജീവൻ ത്രിഗുണങ്ങളിൽ നിന്നകന്ന് ഇത് ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ബ്രഹ്മവുമായി ചേർന്ന് നിൽക്കും. ഇതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ്. ത്രിഗുണങ്ങളിൽ നിന്നകന്ന് ജീവൻ ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നതിൻ്റെ മുദ്രയാണ്. ഈ മുദ്ര ക്ഷേത്രാദി കാര്യങ്ങളിലൊക്കെ പല മുദ്രകളുണ്ട്. ഇന്നലെ നമ്മൾ ഈ ഗുരുവായൂരപ്പൻ്റെ ചിത്രം കൗസ്തുഭ വ്യപദേശേന കണ്ടതുപോലെ കൈകളിൽ ഇതിൻ്റെ മുദ്രകളൊക്കെ ആവാഹിച്ചിട്ടുണ്ട്, മുദ്രകളെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗംഭീര ശാസ്ത്രമാണിത്. അപ്പോൾ അത്രി എന്ന് പറഞ്ഞാൽ ഈ ത്രിത്വമൊഴിഞ്ഞവൻ അത്രി. അത്രിയുടെ ഭാര്യയാണ് അനസൂയ. അനസൂയ എന്ന് പറഞ്ഞാൽ പരദോഷ ദർശനമില്ലാത്തവൾ. പരദോഷ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ ദോഷം ദർശിക്കുക. അത് അസൂയ തന്നെയാണ്. എങ്കിലും ഇവിടെ കുറച്ച് ഉയർന്ന തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പരദോഷ ദർശനം എന്ന് പറഞ്ഞാൽ ആഭരണത്തിൽ സ്വർണം കാണാതിരിക്കുന്നത് അസൂയയാണ്. അതുപോലെ ഇതിനെ ബ്രഹ്മമൊഴിഞ്ഞ് ബ്രഹ്മമല്ലാതെ പ്രപഞ്ചത്തെ കാണുന്നതൊക്കെ അസൂയയോട് കൂടിയിട്ടുള്ള ദർശനമാണ്, ദോഷദർശനമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം ഈശ്വരനാണ്. ഇത് സിമ്പിളാണിത്. ഈ പ്രകൃതി ഈശാവാസ്യമിതം സർവം എന്നത് ഒരു വളരെ ലളിതമായ ഒരു സിദ്ധാന്തമാണ്. കാരണം ഇവിടെ ഇതെല്ലാം നാമരൂപാദികളായിട്ടാണ് നമ്മളിതിനെ അറിയുന്നത്. ഇപ്പം ഇത് മൈക്ക് എന്ന് പറയും നമ്മൾ. ഇത് മൈക്ക്, അതുപോലെ ഇത് വാച്ച്, ഇത് പുസ്തകം. നാരായണ ഗുരുദേവൻ എല്ലാറ്റിനും എങ്ങനെയാണ് പറയുക? ഇത് ടേബിള്, ഇത് മൈക്ക് സ്റ്റാൻഡ്, ഇത് ഫാന്, ലൈറ്റ്, ഇങ്ങനെ ഇത് അല്ലെങ്കിൽ അത് ദിസ് ഈസ് ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. നാരായണ ഗുരുദേവൻ ദർശനമാലയിൽ അതിഗംഭീരമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്. വേദാന്ത ശാസ്ത്രത്തിലൊക്കെ ഉണ്ട്, അവിടെ കുറേയും കൂടെ ലളിതമായിട്ട് പറയുന്നു. സാമാന്യമെന്നും വിശേഷമെന്നും നമ്മൾ ഈ വ്യവഹാരത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതാണ്, സാമാന്യവും വിശേഷവും. അപ്പം അതിൽ സാമാന്യമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇത് എന്നതാണ് സാമാന്യം. വിശേഷം എന്താണ്? വസ്തുക്കളുടെ പേരുകളാണ്. ഇത് മൈക്ക്, ഇത് വാച്ച്, ഇത് പുസ്തകം എന്ന് പറയുമ്പോൾ ഇത് എന്നത് കോമൺ ആണ്, അതാണ് സാമാന്യം. പുസ്തകം, മൈക്ക്, വാച്ച് എന്ന് പറയുന്നത് വിശേഷമാണ്, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് എന്ന് പറഞ്ഞാൽ എന്താ എന്നൊരു കുട്ടി മാഷോടോ ടീച്ചറോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചാൽ അപ്പം കാര്യം പിടികിട്ടും കുട്ടിക്ക്. അതിന് അമ്മയ്ക്കോ അച്ഛനും മാഷ്ക്കും ഇത് അറിയണം. ഇത് എന്ന് പറയുന്നതാണ് മോനെ ഈശ്വരൻ. ആ ഈശ്വരന് പേരിട്ടതാണ് മൈക്ക് എന്ന്, ആ ഈശ്വരന് പേരിട്ടതാണ് വാച്ച് എന്ന്, ആ ഈശ്വരന് പേരിട്ടതാണ് ബുക്ക് എന്ന്. അപ്പം കുട്ടി പറയും, ഇപ്പം എനിക്ക് മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായത്? ഇത് മൈക്കേശ്വരൻ, അതെ. ഇത് പുസ്തകേശ്വരൻ, ഇത് വാച്ചേശ്വരൻ. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ടീച്ചർക്ക് കുട്ടിയോട് പറയാം, മക്കളെ, നമ്മൾ പല ശബ്ദങ്ങളും ഉപയോഗിക്കുമ്പം ചില ശബ്ദങ്ങൾ, അതായത് ചില അക്ഷരങ്ങൾ സൈലൻ്റാണ്. ഇപ്പോൾ സുനാമിക്ക് എന്തിനാണ് ടി ആരംഭിക്കുന്നത്? സുനാമി ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ടി ആണ് തുടങ്ങേണ്ടത്, അല്ലേ? റാക്ക് എന്ന് എഴുതുമ്പം എ ആണ് തുടങ്ങുന്നത്. കാരണം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുള്ളതാണ്. ഇപ്പം ഇല്ല, ആൻ്റണി നിരോധിച്ചതിന് ശേഷം അത് പോയി, അല്ലെങ്കിൽ പണ്ട് കാണുമായിരുന്നു. അവിടെ നമ്മൾ പറയും ടി സൈലൻ്റാണ്. ഇപ്പം ചിക്കാഗോ എന്ന് അമേരിക്കക്കാർ പറയാറില്ല, ഷിക്കാഗോ ആണ്. ചില അക്ഷരങ്ങൾ ചില പ്രൊനൗൺസിയേഷനിൽ സൈലൻ്റാണ്. ഇവിടെ മൈക്കേശ്വരൻ എന്ന് പറയുന്നതിൽ ഈശ്വരൻ സൈലൻ്റാണ്, മൈക്കേ ഉള്ളൂ. പക്ഷെ അവിടെ ഉണ്ട് എന്നറിയണം. നിങ്ങൾ വ്യവഹരിക്കും, നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ.
വാച്ചേശ്വരൻ എന്ന് പറയുമ്പോൾ വാച്ചിൽ എന്തുണ്ട്? സൈലൻ്റായിട്ട് ഈശ്വരനുണ്ട്. പുസ്തകത്തിൽ, ബുക്ക് എന്നതിൽ സൈലൻ്റായിട്ട് ആരുണ്ട്? ഈശ്വരനുണ്ട്. അപ്പോൾ വേദാന്തം പറയുമ്പോൾ ഈശാവാസ്യം ഇദം സർവം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഭാരതീയ ദർശനങ്ങളും സെമറ്റിക് ദർശനങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഇതറിയാതെയാണ് പലരും മൈക്ക് കിട്ടുമ്പം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞത്, ബൈബിളിൽ പറഞ്ഞത് തന്നെയാണ് ഉപനിഷത്തിൽ പറഞ്ഞത് എന്ന് പറയുന്നത്. ഇതിലൊന്നും പറഞ്ഞത് അറിയാത്തവരാ പറയുന്നത്. കാരണം ഉപനിഷത്ത് പറയുന്ന ഈ ദർശനം വിശുദ്ധ ഖുർആനും ബൈബിളും അംഗീകരിക്കുന്നതല്ല. ചർച്ച അതിനെ അംഗീകരിക്കുന്നില്ല. ആ നിലയിൽ വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യാം, പക്ഷെ അത് ചർച്ച അംഗീകരിക്കില്ല. യേശുദേവൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ചർച്ച ആ രീതിയിൽ പറയാറില്ല. അപ്പോൾ ഇസ്ലാം സമ്പ്രദായത്തിൽ സൂഫിസം പറയും അത്, പക്ഷേ സൂഫിസത്തെ മെയിൻ ഇസ്ലാം മതം അംഗീകരിക്കണം എന്നില്ല എല്ലാവരും. അത് ഇന്ത്യൻ ബേസ്ഡ്, ഇന്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് ഇസ്ലാം എന്നാണ് പറയുന്നത്. നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വന്നത്, ഭാരതീയ ദർശനത്തിൽ, സനാതനധർമ്മത്തിൽ വാച്ച് എന്ന് പറയുന്നത് ഈശ്വരനാണ്. അല്ലാതെ വസ്തുക്കളിൽ ഈശ്വരനോ ഈശ്വരനിൽ വസ്തുക്കളോ നിലനിൽക്കുന്നില്ല. ഈശ്വരനിലാണോ വസ്തുക്കൾ, ഈശ്വരനിലാണോ ഈശ്വരൻ വസ്തുക്കളിലാണോ? ഇപ്പോൾ വാച്ചിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ വാച്ച്? വാച്ചിൽ ഈശ്വരനും ഇല്ല, ഈശ്വരനിൽ വാച്ചുമില്ല. പിന്നെ ഉള്ളതെന്താണ്? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഉള്ളതെന്തോ അതാണ് ഈശ്വരൻ. അപ്പം ഈശ്വരന് നമ്മളൊരു പേര് നൽകി, എന്ത്? വാച്ച് എന്ന്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ഇദം സർവം ഈശാവാസ്യം എന്ന് പറയുമ്പം വസ്തുക്കളിൽ ഈശ്വരൻ, ഈശ്വരനിൽ വസ്തുക്കൾ, അങ്ങനെയല്ല. അതായത് നമ്മൾ ഈ ഭാഷാപരമായി ഒരുപാട് തെറ്റുകൾ പറയുന്നുണ്ട്. ഈശ്വരൻ സർവവ്യാപിയാണ്, അത് ഭാഷാപരമായ തെറ്റാണ്. കാരണം ഈശ്വരൻ സർവവ്യാപി എന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. ഇപ്പോൾ സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണ്, തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നത്. അപ്പോൾ അവിടെ സർവവ്യാപിയായി ഉപ്പ് ഇരിക്കണമെങ്കിൽ ഉപ്പിന് വ്യാപിക്കാൻ ഇടം കൊടുത്ത ഒരാളുണ്ട്, അത് ജലമാണ്. അപ്പം ജലത്തെ ആശ്രയിച്ചുകൊണ്ട് ഉപ്പ് നിലകൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഈശ്വരൻ സർവവ്യാപിയായി ഇരിക്കുന്നു എങ്കിൽ ഈശ്വരന് വ്യാപിക്കാൻ സ്പേസ്, ഈശ്വരൻ ഒരു സ്പേസിനെ കടമെടുത്തിട്ടുണ്ട്. അതെന്തായാലും ഈശ്വരനേക്കാൾ വലുതാണ്. കാരണം ഉപ്പിനേക്കാൾ ശ്രേഷ്ഠമാണ് ജലം. ജലത്തിൻ്റെ ഔദാര്യത്തിലാണ് ഉപ്പ് നിലകൊള്ളുന്നത്. ഈ സ്പേസിൽ സുഗന്ധപൂരിതമാണ്, സുഗന്ധം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പം ഈ സ്പേസിൽ ആകാശത്തിലാണ് സുഗന്ധം നിൽക്കുന്നത്. എന്തായാലും സുഗന്ധത്തേക്കാൾ, ആ വായുവിനേക്കാൾ ശ്രേഷ്ഠമാണ് ആകാശം. അപ്പം ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ ഭാഷാപരമായ തെറ്റാണ്. എങ്ങനെയുള്ള ഭാഷാപരമായ? സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നത് എപ്രകാരം ഭാഷാപരമായ തെറ്റാണോ അതുപോലെ. അപ്പം ഈശ്വരൻ സർവവ്യാപിയാണോ? വേദാന്തത്തിൻ്റെ ആ പാരമാർത്ഥിക തലത്തിൽ ഈശ്വരൻ സർവവ്യാപി എന്നത് തെറ്റാണ്. എന്തുകൊണ്ട്? വ്യാപിക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഈശ്വരൻ എന്നത് മാത്രമേ ഉള്ളൂ. ഈട്ട് ഭരണ വര ശ്രേഷ്ഠ. എപ്രകാരം മാലയിൽ സ്വർണമല്ലാതെ മറ്റൊന്നും ഇല്ലയോ, വളയിൽ സ്വർണമല്ലാതെ മറ്റൊന്നും ഇല്ലയോ, വളയിൽ വ്യാപിച്ചിരിക്കുന്നു സ്വർണം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് ഇദം സർവം ഈശാവാസ്യം, ഇതങ്ങോട്ട് ഉറയ്ക്കണം. ഇതാണ്. അതുകൊണ്ട് ഭാരതീയ ദർശനത്തിൽ സൃഷ്ടിയിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനെ എവിടെയും കാണില്ല. ഇത് സുന്ദരമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ
2 വരിയിൽ 2-3 വരികളിൽ ദൈവദശകത്തിൽ പറയുന്നുണ്ട്.